മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്നൻ ക്രിയകൾ വാഗ്മനോഭാവങ്ങൾ മന്നവനേ നിൻ ഹിതമാകണേ. ഒന്നിലും ഞാൻ തളർന്നിടാതെ നിന്നിടുവാൻ കൃപയരുളേ. ഒന്നിലും ഞാൻ തളർന്നിടാതെ നിന്നിടുവാൻ കൃപയരുളേ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഡേവിഡ് പി ഐസക്, ഗുജറാത്ത്. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രമിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി 1 തിമോത്തിയോസ് 5-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളാണ് വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ മാനിക്കുക. വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. കർത്താവിൻ്റെ വലിയൊരു നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം 5-ാം അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യം നമുക്ക് ചിന്തിപ്പാനായിട്ട് കർത്താവ് സഹായിച്ചു. ഇന്ന് നാം ചിന്തിപ്പാനായിട്ട് പോകുന്നത് തുടർന്നുള്ള വാക്യങ്ങളാണ്. 1 തിമോത്തി 5-ാം അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ സഭയിലെ വിധവമാരുടെ ക്രമീകരണങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സഭ അധ്യക്ഷന്മാർക്ക് വിവിധ പ്രായത്തിലും ഭാവത്തിലുമുള്ളവരോട് ഇടപെടേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ളവർ ഒന്നിച്ച് പോകേണ്ട ഒരു സ്ഥലമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അവിടെ ശുശ്രൂഷ ചെയ്യുന്നവർ വളരെ സ്നേഹത്തോടും കൃപയോടും പരിജ്ഞാനത്തോടും കൂടെ ഇടപെടേണ്ടതാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതായ ഒരു കാര്യമാണ്. സഭയിൽ സ്നേഹമില്ല, സഭയിൽ ഐക്യതയില്ല, സഭയിൽ കൃപയോടുകൂടി ഇടപെടുന്നില്ല, പരിജ്ഞാനത്തോട് ഇടപെടുന്നില്ല എങ്കിൽ സഭയിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് പരിജ്ഞാനം ഇല്ലായ്കയിലാണ് എൻ്റെ ജനം നശിച്ചു പോകുന്നതെന്ന് പ്രവാചകൻ ഹോശേയ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ശീർഷകം സഭയും വിധവമാരും എന്നുള്ളതാണല്ലോ. അതിൽ വിധവമാരെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അർഹതയുള്ള വിധവമാരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് സഭയുടെ കടമയാണ്. അതിലൊട്ടും സഭ ഒട്ടും മടി കാണിക്കുവാനായിട്ട് പാടില്ല. വിധവമാരെ അവഗണിച്ചതിലുള്ള പ്രശ്നമാണല്ലോ അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ കാണുന്നത്. മേശയിലെ ശുശ്രൂഷയിലുള്ള അവരോടുള്ള അവഗണന, തങ്ങളുടെ ജീവിത നിലവാരം മാന്യമായി കരുതിയ ജീവിച്ചവരുടെ ആവശ്യങ്ങളെയാണ് സഭ മാനിക്കേണ്ടത്. യെരമ്യ 49:11 നിന്റെ വിധവമാർ എന്നിൽ ആശ്രയിക്കട്ടെ എന്നാണ് അവിടുത്തെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിഷമസന്ധികളിൽ ദൈവത്തിൽ ആശ്രയിച്ചും ആശ വെച്ചും കഴിയണം. ദേവാലയം വിട്ട് പിരിയാതെ ഉപവാസത്തിലും പ്രാർത്ഥനയാലും തുടർന്ന് വന്ന ആശേർ ഗോത്രക്കാരിയായ ഹന്നയെക്കുറിച്ച് നാം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആ ഹന്ന ഒരു വിധവയായിരുന്നെങ്കിലും അവൾ ദൈവാശ്രയമുള്ളവളും ദൈവത്തിൽ ആശ വെച്ചവളും ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദേവാലയത്തിൽ കടന്നു വന്നുകൊണ്ടിരുന്നതായ ഒരു മാന്യ സ്ത്രീയാണ് എന്ന് നമുക്ക് കാണാണ്ട് കഴിയും. അപ്പോൾ വിധവകളെ മാനിക്കുന്നത് ഒരു സൽസ്വഭാവത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. തബീത ആ കാര്യം അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ ആ കാര്യം ഓർപ്പിക്കുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുകയാണ്. അവിടെ എന്താണ് തബീത പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം അതിന് 36-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാണ്ട് കഴിയും. അതിങ്ങനെയാണ്: യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നുള്ള പേരുള്ള ഒരു ശിക്ഷയുണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്ത് പോന്നവളായിരുന്നു.
ഇവിടെ നമ്മൾ വായിക്കുന്ന യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നു പേരുള്ള ഒരു ശിഷ്യയുണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ഇവിടെ തബീതയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവളൊരു ശിക്ഷയാണ്. പക്ഷേ അവൾ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, വളരെ സൽക്കർമ്മങ്ങളും അതുപോലെ ധർമ്മങ്ങളും ഒക്കെ ചെയ്തു പോന്നവളായിരുന്നു എന്നാണ് നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവസഭയിൽ ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകളും അവരുടെ ആവശ്യകത ഉണ്ടെന്നുള്ള കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ് അപ്പോസ്തലൻ പ്രവൃത്തികളിൽ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, പഴയ നിയമത്തിൻ്റെ പല ഭാഗങ്ങളിലും വിധവമാരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ദൈവിക നിർദ്ദേശം പഴയ നിയമത്തിൽ ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ആ കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. ആവർത്തനം 24-ന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. പരദേശിയുടെയും അനാഥൻ്റെയും ന്യായം മറിച്ചു കളയരുത്, വിധവയുടെ വസ്ത്രം പണയം വാങ്ങരുത്. അവിടെ നമ്മൾ പഠിക്കുന്നത് വിധവമാരെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ നിർദ്ദേശമാണ്. അതോടൊപ്പം തന്നെ ആ കാര്യം ആവർത്തനം 10-ാം അധ്യായത്തിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവർത്തനം 10-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ മോശ മുഖാന്തരം എഴുതി തന്ന ഈ പ്രമാണം ഇങ്ങനെയാണ്. 10-ന്റെ 18-ാമത്തെ വാക്യത്തിൽ അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു, പരദേശിയെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകുന്നു. നോക്ക്, ഇവിടെ കാണാൻ കഴിയുന്നത് അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ്. അവർക്ക് അന്നവും വസ്ത്രവും നൽകുന്നവനാണ് വലിയവനായ ദൈവം എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ കാര്യം കൂടെ മറന്നു പോകാതെ നാം അത് അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. 14-ാം അധ്യായം നോക്കാം. ആവർത്തന പുസ്തകം 14-ന്റെ 29-ാമത്തെ വാക്യത്തിലും ആ കാര്യം കാണാൻ കഴിയും. നീ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിന്നോടുകൂടെ ഓഹരിയും അവകാശമില്ലാത്ത ലേവ്യനും നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശിയും അനാഥനും വിധവയും വന്ന് തിന്ന് തൃപ്തരാകണം. അപ്പോൾ നീ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിന്നോടുകൂടെ ഓഹരിയും അവകാശമില്ലാത്ത ലേവ്യന്, അനാഥന്, പരദേശിയെ, വിധവയെ എന്ത് ചെയ്യണം? അവർ വന്ന് തിന്ന് തൃപ്തനാകുവാനായിട്ട് ഇടയായിത്തീരണം. അതിനെന്ത് ചെയ്യണം? അതിന് നാം ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 94-ന്റെ 6-ലും മലാക്കി 3-ന്റെ 5-ലും ഒക്കെ വായിക്കുന്നുണ്ട്. ഇനിയും പഴയ നിയമത്തിൽ ഈ കാര്യം നമ്മൾ കേട്ടല്ലോ. പുതിയ നിയമത്തിൽ യാക്കോബ് 1-ന്റെ 27-ാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്തിലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. നമുക്കിവിടെ എല്ലാം അത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ വിധവമാരെ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ചില സഭകൾ വിധവമാരെ കരുതുന്ന കാര്യത്തിൽ ശ്ലാഘനീയമായി തീർന്നിട്ടുണ്ട്. എന്നാൽ ചില സഭകൾ സുവിശേഷന്മാർക്ക് കമൻഡേഷൻ ലെറ്റർ കൊടുത്തു വിടുന്നത് പോലെയാണ്. ഇതുകൊണ്ട് ജീവിച്ചോണം, പിന്നെ കമൻ്റ് ചെയ്ത സഭ തിരിഞ്ഞു നോക്കുകയില്ല. ഇതൊരു തരം അർത്ഥശൂന്യമായ പ്രവൃത്തിയാണ്. ആകയാൽ ഈ ഉത്തരവാദിത്വങ്ങൾ മറന്ന് പ്രവർത്തിക്കുവാനായിട്ട് സഭയ്ക്ക് ഇടയാകരുത് എന്നുള്ള കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിൽ നമ്മെ ഓർപ്പിക്കുന്നത്. ഈ പഠനം തുടർ പഠനമായിട്ട് നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാം. ഇന്ന് രാവിലെ കേട്ട വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം ഇന്ന് വരുന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രഭാതകാലേ വന്നടിയൻ നിൻ പ്രഭാവത്തിൻ മുന്നിൽ വണങ്ങിടുന്നേ.
പ്രഭോ സമ്പൂർണമായി സമർപ്പിക്കുന്നേ നിൻ കൃപയാൽ എന്നെ നിറച്ചിടുകേ. കരുണാസാഗരമേ നിൻ കരുതൽ ഓരോ നിമിഷവും അനുഭവിപ്പാൻ തിരുഹിതമായി തീർന്നതിനാൽ തിരുമേനിയെ സ്തുതിച്ചിടുന്നേ. തിരുഹിതമായി തീർന്നതിനാൽ